ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എൻ്റെ കൂടെ ഡയറ്റിങ്ങിന്, അതായത് രാത്രി ഡിന്നറിനകത്തൊക്കെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യാം, വെയിറ്റ് കുറയ്ക്കാമെന്നൊക്കെ. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം 1-2 ചെക്കപ്പിനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് 12 കിലോ കുറയ്ക്കണം എന്നാണ്. അപ്പോഴത്തെ എൻ്റെ വെയിറ്റ് 67 ആയിരുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നിങ്ങളെ കാണിക്കാമായിരുന്നു. 67 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എൻ്റെ ഒരു ഹിസ്റ്ററിയിലെ ഏറ്റവും ടോപ്പ് വെയിറ്റാണ് 67 എന്ന് പറയുന്നത്. അത്രയും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഭക്ഷണത്തിൽ ഞാൻ വരുത്തിയ മാറ്റവും ഞാൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും ഒക്കെ ഇന്നലെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് 64.700 ഗ്രാംസ്. ഇതാണ് എൻ്റെ വെയിറ്റ്, കറൻറ്റ് വെയിറ്റ്. അപ്പോൾ അത്രയും വെയിറ്റ് എങ്കിലും കുറയ്ക്കാൻ എനിക്ക് പറ്റിയത് ഞാൻ ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് നോക്കാം. കുറച്ച് വെറൈറ്റിയാണ്, പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് വേറെ സത്യം ഞാൻ പറയാം, വിച്ച് ഈസ് മൈ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം മേക്കിംഗ് ദിസ് ഡിഷ്. അതായത് ഞാൻ ഇതുപോലെ തന്നെ ഒരു റീലിൽ കണ്ടൊരു കാര്യമാണ്, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ചെയ്ത് നോക്കാറ്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്ത്, നമുക്ക് എന്താകും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാമെന്ന് പറയുന്നത് കാണാം. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയാണിത്. മത്തങ്ങയുടെ കൂടെ ഞാനിനി ആട്ട മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ മാവ് കുഴച്ചെടുക്കണം. ആ പ്രോസസ്സാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കുവാണ്. ചെറിയ ചൂടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ചൂടൊക്കെ ആറി നന്നായി തണുത്തിട്ട് ഇത് ചെയ്യാം. പിന്നെ ഇത് മത്തങ്ങ ആയതുകൊണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആകും കുഴയ്ക്കുമ്പോഴേ മാവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കുറച്ചുകൂടി മാവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചില മക്കൾക്ക് ഈ മത്തങ്ങയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇത് കഴിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അമ്മ ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ് ഗൈസ്. അതെ, എന്നെ ഉദ്ദേശിച്ച് എന്നെ പറഞ്ഞാണ്. ആക്ച്വലി ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ക്യാമറാമാൻ അഹാൻ സൂര്യാണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. എന്ത് ജോലിക്കും അതിൻ്റെതായ ഒരു അംഗീകാരം നമ്മൾ കൊടുക്കണം എന്നാണല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത്രയും ബോൾസ് ആയിട്ട് ഞാനത് ഉരുട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും വേണ്ട, ഞാൻ ഉരുട്ടി വെച്ചെന്നേ ഉള്ളൂ. ഞാനിത് എനിക്കെൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ അക്കൊരു സ്കൂളിൽ കൊടുത്തുവിടാനും ഇത് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ബോൾസ് ആയിട്ട് വെച്ചാൽ ഇനിയിപ്പോൾ നോർമലി നമ്മൾ ചപ്പാത്തി പരത്തി എടുത്ത് ചുടുന്നവർ തന്നെ ചുട്ടെടുക്കാം. ഓക്കെ, അടുത്തിടാം. ഒരുപാട് എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എങ്ങാനും ഡ്രൈ ആയി പോയാലെന്ന് ഓർത്തിട്ട് മാത്രം. ഹലോ, മത്തങ്ങ ചപ്പാത്തിയും ചിക്കൻ കറി റെഡി. താങ്ക് യു വെരി മച്ച്.